റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ഇലക്ഷൻ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് ചോദിക്കാൻ ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. ലീഗിന്റെ കൈവശമുള്ള സീറ്റുകൾ വെച്ചുമാറില്ല. ഗുരുവായൂർ സീറ്റ് വെച്ചുമാറില്ല. തിരുവമ്പാടി, കുന്നമംഗലം, പേരാമ്പ്ര സീറ്റുകളും കോൺഗ്രസുമായി വെച്ചുമാറില്ല. ഗുരുവായൂർ സീറ്റിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് ലീഗ് അധ്യക്ഷൻ. റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ് 3. പാർട്ടിയിൽ 3 ടേം നിബന്ധനയില്ല. ടേം പൂർത്തിയാക്കിയ എല്ലാ MLA-മാരെയും മാറ്റില്ല. കൂടുതൽ സീറ്റ് ഉറപ്പിക്കാനാണ് നീക്കം. യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകും. അധിക മന്ത്രിസ്ഥാനം ചോദിക്കുമോ ലീഗ്? അതാണ് ആകാംക്ഷ. റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ് 4. അധിക മന്ത്രിസ്ഥാനം ചോദിക്കില്ലെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. ആവശ്യത്തിന് മന്ത്രിമാരെയും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പദം ലീഗിന് വേണ്ട. ഉപമുഖ്യമന്ത്രി പദവും ചോദിക്കില്ലെന്ന് തങ്ങൾ. സമസ്തയുമായുള്ള തർക്കങ്ങളിലും ലീഗ് അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് ഇലക്ഷൻ ബ്രേക്കിംഗ് 5. സമസ്ത യാത്രയുടെ പതാക കൈമാറ്റത്തിൽ വിശദീകരണവുമായി തങ്ങൾ. പതാക കൈമാറ്റം പാണക്കാട് നിന്ന് തീരുമാനിച്ചു. സ്ഥലത്തില്ലാത്തതുകൊണ്ട് പരിപാടി മാറ്റി. പാണക്കാട് കുടുംബം സമസ്തയുടെ ഭാഗമാണ്. ലീഗ് മുസ്ലിം സമുദായത്തിനുള്ള പൊതു പ്ലാറ്റ്ഫോം സമുദായത്തിലെ മറ്റ് വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറയുന്നു. BS രഞ്ജിത്ത് സാദിഖ് അലി തങ്ങളുമായി സംസാരിച്ചത് കേൾക്കാം. റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്ക്ലൂസീവ്. അല്ല, അർഹതപ്പെട്ട സീറ്റുകൾക്ക് വേണ്ടി വരുമല്ലോ. ലീഗ് നേരത്തെ തന്നെ മത്സരിക്കുന്ന സീറ്റുകളുണ്ട്. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം മനസ്സിലാക്കുമ്പോൾ ലീഗ് കുറച്ചുകൂടി മത്സരിക്കാനുള്ള അർഹതയൊക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. കോൺഗ്രസ് നമ്മൾ ഉൾക്കൊള്ളുന്നതിനാണ് പ്രതീക്ഷ. അപ്പോൾ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ട് ആണ് തീരുമാനത്തിലെത്തുക. വെച്ചുമാറൽ ഓപ്ഷൻസ് ഒന്നുമില്ല. അതൊക്കെ അങ്ങനെ ഒക്കെ വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള സീറ്റുകൾ അതൊക്കെ നിലനിർത്താൻ തന്നെയാണ് ലീഗ് ആഗ്രഹിക്കുന്നത്. അർഹതപ്പെട്ട സീറ്റുകളിലേക്ക് കൂടി ഞങ്ങളെ ചർച്ചകളിൽ ആവശ്യം ചെയ്യും. ഇപ്പോൾ MLA-മാരുടെ കാര്യത്തിൽ 3 ടേം നിർബന്ധമാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ അതേ അവസരത്തിൽ ചില മണ്ഡലങ്ങളിൽ നമുക്ക് മാറ്റേണ്ടി വരും ചില ആളുകളെ. കാരണം പുതിയ ആളുകൾ എങ്ങനെയാലും വരണമല്ലോ. ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ ഞങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. ഒരുപാട് യുവാക്കൾ, ചെറുപ്പക്കാർ നമുക്ക് ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടൊക്കെ ജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോൾ ആ സമയം വരുമ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ തീരുമാനിക്കും. നിയമസഭയിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റും. പിന്നെ നേതാവ് ആരാണ് എന്ന് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അത് അവർ സമയത്ത് ആകുമ്പോൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് പ്രധാനം. ഇല്ല, കാലാവസ്ഥ ഇതുപോലെ തന്നെ തുടരും എന്നാണ് തോന്നുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥ മറ്റൊരു ചൂടായി കുറച്ച് കഴിഞ്ഞാൽ. നമുക്കിപ്പം BS രഞ്ജിത്ത് കൂടി ചേരുന്നു. BS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. BS രഞ്ജിത്ത്, നിലപാട് വ്യക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് പാണക്കാട് ശിഹാബ് അലി തങ്ങൾ പറയുന്നതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കടുത്ത തീരുമാനത്തിന് എന്തായാലും ലീഗില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചോ ഉള്ള ചർച്ചകളൊന്നുമില്ല. അതൊക്കെ കോൺഗ്രസ് തീരുമാനിച്ചുകൊള്ളട്ടെ. കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്ന സാഹചര്യവുമില്ല. സീറ്റുകൾ വെച്ചു മാറുന്ന ചർച്ചയില്ല. വിജയസാധ്യതയാണ് മുന്നിലുള്ളത്. ടേം പൂർത്തിയാക്കി എല്ലാവരെയും മാറ്റുകയില്ല എന്നുകൂടി പറയുന്നു. സമസ്തയുടെ കാര്യത്തിലും കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട് പാണക്കാട് നിന്നും തങ്ങൾ. എന്താണ് പാണക്കാട് തങ്ങൾ പറയുന്നത്? മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ചുള്ള എന്ത് സൂചനയാണ് നൽകിയത്? ഡോക്ടർ അരുൺ, UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിൽ അധിക ആത്മവിശ്വാസമുള്ളത് ലീഗിന് തന്നെയാണ്. മലബാറിൽ പ്രത്യേകിച്ച് ലീഗ് മത്സരിച്ചിടത്തെല്ലാം വലിയ നേട്ടം ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടരാനുള്ള എല്ലാ ജാഗ്രതയും ലീഗ് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം വലിയ വിവാദങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പദം, ഉപമുഖ്യമന്ത്രി പദം, 5ാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ചൊക്കെ അങ്ങനെയുള്ള അവകാശവാദങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ ലീഗ് പോകാതിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, അത് ലീഗ് കേന്ദ്രങ്ങളിൽ പോലും ഇപ്പോൾ ആശങ്കയുള്ള വിവരങ്ങളാണ്. അതിൽ ഒരു സ്ഥിരീകരണം പാണക്കാട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ നൽകുന്നു. ഒന്നാമത്തെ കാര്യം, സീറ്റുകൾ വച്ചു മാറുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ വലിയ പൊളിറ്റിക്കലായ വാർത്തയാണ്. കാരണം പല ജില്ലകളിൽ നിന്നും അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കോഴിക്കോട്ട് തന്നെ തിരുവമ്പാടി സീറ്റ്, കുന്നമംഗലം സീറ്റ്, പേരാമ്പ്ര സീറ്റ്, ഇത് 3ഉം ലീഗ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പരാജയപ്പെടുന്ന സീറ്റുകളാണ്. ഈ സീറ്റുകൾ വെച്ചുമാറി അത് കോൺഗ്രസിന് കൊടുത്ത് അല്ലെങ്കിൽ അവിടെ സ്വതന്ത്ര പരീക്ഷണം നടത്തി അവിടെ മറ്റാരെങ്കിലും മത്സരിപ്പിച്ച് മറ്റ് സീറ്റുകൾ നേടുക എന്നുള്ളത് ലീഗിന്റെ അജണ്ടയാണ് എന്നുള്ളത് പ്രചരണത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ സീറ്റുകൾ ഉൾപ്പെടെ തിരുവമ്പാടി, പേരാമ്പ്ര, കുന്നമംഗലം, കോങ്ങാട്, ഗുരുവായൂർ ഈ സീറ്റുകളൊന്നും വെച്ചുമാറുന്നില്ല. ഇതെല്ലാം ലീഗ് തന്നെ മത്സരിക്കും എന്നുള്ളത് ഒന്നാമത്തെ തീരുമാനമാണ്. അത് ലീഗ് കേന്ദ്രങ്ങളിൽ പോലും ആശങ്കയുണ്ടാക്കിയിട്ടില്ല. കാരണം ആ മണ്ഡലങ്ങളിലൊന്നും ആരും മത്സരിക്കാൻ കുപ്പായമിട്ട് ഇതുവരെ ഇറങ്ങാത്തത്. അതൊക്കെ കോൺഗ്രസിന് കൊടുക്കുമോ, അവിടെ സ്വതന്ത്രർ
വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നേതാക്കന്മാർക്കിടയിൽ പോലും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് പറയുന്നു, അങ്ങനെ ഒരു സീറ്റും വെച്ചു മാറുന്നില്ല എന്നുള്ളത്. രണ്ടാമത് വി.ഡി. സതീശൻ പറഞ്ഞത് ഈ മാസം 10-ാം തീയതിക്കകം സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. അങ്ങനെ സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കണമെങ്കിൽ ആരും അധിക സീറ്റ് ആവശ്യപ്പെടാതെ നിലവിലെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരു തർക്കത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉന്നയിക്കുകയാണ്. ലീഗിനെ സംബന്ധിച്ച് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മത്സരിക്കുന്ന സീറ്റുകൾ പോരാ, അധിക സീറ്റിനുള്ള അർഹത ന്യായമായിട്ടുമുണ്ട്. ആ അർഹത കോൺഗ്രസ് മനസ്സിലാക്കും, അതിനനുസരിച്ചുള്ള ചർച്ചകളായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക. അധിക സീറ്റ് ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. അത് ഏത് ജില്ലയിൽ, തെക്കൻ ജില്ലയിലാണോ, മലപ്പുറത്താണോ, കോഴിക്കോട്ടാണോ, അല്ലെങ്കിൽ ഉത്തര മലബാറിലേക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിലായിരിക്കും പുറത്തു വരിക. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ലീഗിന് അധിക സീറ്റിന് അവകാശമുണ്ട്, അത് കോൺഗ്രസ് അംഗീകരിച്ചു തരും എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ലീഗിനകത്ത് നിലവിൽ 3 ടേം വ്യവസ്ഥയുണ്ട്. അങ്ങനെ 3 ടേം വ്യവസ്ഥയിൽ പൂർത്തിയാക്കിയ പ്രമുഖരായ നേതാക്കന്മാരുണ്ട്. അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും നമുക്ക് ഇളവ് കൊടുക്കാവുന്നതാണ്. പക്ഷേ പി കെ ബഷീറിനെ പോലെ, കെ പി എ മജീദിനെ പോലെ, എൻ ശംസുദ്ദീനെ പോലെ, മഞ്ഞളാംകുഴി അലിയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ നെല്ലിക്കുന്ന് കാസർഗോഡുണ്ട്. അങ്ങനെയുള്ള പല നേതാക്കന്മാരും 3 ടേം പൂർത്തിയാക്കിയിരിക്കുന്നവരാണ്. അങ്ങനെ 3 ടേം പൂർത്തിയാക്കിയ എല്ലാവരെയും ഒഴിവാക്കില്ല എന്ന് തന്നെയാണ്. ഞാൻ പേരെടുത്ത് ചോദിച്ചു, പി കെ ബഷീറിനെ, കെ പി എ മജീദിനെ, എൻ ശംസുദ്ദീനെ, മഞ്ഞളാംകുഴി അലിയെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ സരസമായി പറഞ്ഞത്, ഇവരെയൊക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ എങ്ങനെയാണ് ലീഗ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 3 ടേം വ്യവസ്ഥ ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ 3 ടേം പൂർത്തിയാക്കിയവരിൽ പ്രമുഖരായ പലർക്കും ഇളവുകൾ കിട്ടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. 2 ദിവസം മുമ്പ് നടന്ന വലിയ വിവാദം ഈ സമസ്തയിലെ പതാക കൈമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പതാക കൈമാറ്റം തുടക്കത്തിൽ തീരുമാനിച്ചത് പാണക്കാട്ട് നിന്നായിരുന്നു, പിന്നീട് ആലിക്കുട്ടി മുസ്ലിയാരുടെ വീട്ടിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകുന്നു. പാണക്കാട്ട് വെച്ച് തന്നെയായിരുന്നു പതാക കൈമാറ്റം തീരുമാനിച്ചത്, പിന്നീട് അത് മാറ്റി എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹം അതിൽ സമസ്തയെ കുറ്റം പറയുന്നില്ല. എനിക്കിതിൽ അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാറ്റി എന്നുള്ളതാണ്. അത് സമസ്തയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഘട്ടത്തിൽ വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ്. പാണക്കാട്ട് നിന്നായിരുന്നു പതാക കൈമാറ്റം തീരുമാനിച്ചത് എന്ന കാര്യം സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ഡോക്ടർ അരുൺകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് വി എസ് സുജിത് ഇപ്പോൾ പങ്കുവച്ചത്. തങ്ങളുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, സമസ്ത വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3 ടേം നിബന്ധന ഇപ്പോൾ ഇല്ല എന്ന മട്ടിലാണ് തങ്ങളുടെ പ്രതികരണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ലീഗും മറ്റെല്ലാ പാർട്ടികളെയും പോലെ തന്നെ സി പി ഐയും ഒന്നും ടേം നിബന്ധനയിൽ ഇത്തവണ കർക്കശം പിടിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ലീഗും അതേ വഴിയിൽ തന്നെയാണ്. എന്നാൽ കുറച്ച് പുതുമുഖങ്ങൾക്ക് അവസരമുണ്ടാവും. എന്നാൽ നെല്ലിക്കുന്നിനെ പോലെ, ഷംസുദ്ദീനെ പോലെയൊക്കെയുള്ള നേതാക്കളെയൊന്നും, പി കെ ബഷീറിനെ പോലെയുള്ള നേതാക്കളെയൊന്നും മാറ്റാൻ സാധ്യതയുമില്ല.